പലപ്പോഴും ആളുകൾ എൻക്വയറി ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അവർ LLP തുടങ്ങണോ അല്ലെങ്കിൽ കമ്പനി തുടങ്ങണോ. കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആണ്, കുറച്ചും കൂടെ എന്താ പറയുക, കംപ്ലയൻസ് കൂടുതലാണ്. LLPയിലേക്ക് പോകണോ കമ്പനിയിലേക്ക് പോകണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും ആ ഡിവിഡൻഡ് മുതൽ ടാക്സ് അടക്കേണ്ടി വരും. അത് മാത്രമല്ല, പലപ്പോഴും ആളുകൾ എൻക്വയറി ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അവർ LLP തുടങ്ങണോ അല്ലെങ്കിൽ കമ്പനി തുടങ്ങണോ. അപ്പോൾ സാധാരണക്കാരായ പല ആളുകളും വരും, അവർക്കൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ എൻറ്റിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡൗട്ട് LLPയിലേക്ക് പോകണോ കമ്പനിയിലേക്ക് പോകണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് LLP ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, പ്ലെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ LLPയുടെ ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30%, കമ്പനിയുടെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 25%. പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ LLPക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതിൻ്റെ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാർട്ട്നേഴ്സ് പിന്നെ ഫർദർ ടാക്സ് അടക്കേണ്ടി വരില്ല. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവിഡൻഡ് കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും ആ ഡിവിഡൻഡ് മുതൽ ടാക്സ് അടക്കേണ്ടി വരും. അത് മാത്രമല്ല, ഒരു ചെറിയൊരു എൻറ്റിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡിൽ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, അതായത് ടേൺ ഓവർ ഒന്നും ഇല്ലെങ്കിൽ പോലും കമ്പനി ഓഡിറ്റ് നിർബന്ധമായിട്ട് വരും. കമ്പനി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി അഫെയർ ആണ്. പക്ഷേ LLPക്ക് ആണെങ്കിൽ ടേൺ ഓവർ ഒരു 40 lakhs ഒക്കെ കിടന്നാൽ മാത്രമേ LLP ഓഡിറ്റ് റിക്വയർമെൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊരു ഇനീഷ്യൽ സ്റ്റേജസിൽ എന്താണ്, ഒരു കോസ്റ്റ് സേവിങ് ആണ്. പിന്നെ അതിന് പുറമേ കമ്പനി ആകുമ്പോൾ കുറച്ചും കൂടെ കമ്പനീസ് ആക്ട് പ്രകാരം കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആണ്, കുറച്ചും കൂടെ എന്താ പറയുക, കംപ്ലയൻസ് കൂടുതലാണ്. LLP ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ മോഡേൺ ബിസിനസ്മാനിന് അതേപോലെ തന്നെ ചെറുകിട സംരംഭകർക്കൊക്കെ LLP ആയിരിക്കും കുറച്ചും കൂടെ ചൂസ് ചെയ്യാൻ ഉചിതം എന്നാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്.